ചെറുപ്പിനെ നിന്റെ ഇത്രയും വർഷത്തെ ഇപ്പൊ 7 വർഷമായില്ലോ കുവൈറ്റ് ദുബായില്. ഇനി ഇപ്പം വിസിറ്റിങ്ങിൽ ഉള്ളവരോടും ഇനി വിസിറ്റിങ്ങിൽ വരാനുള്ളവരോടും എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം എന്ന് ഞാൻ പറയില്ല. എനിക്ക് ഇത് ചെയ്യുവാണെങ്കിൽ അവർ രക്ഷപ്പെടുമെന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതെന്താണത്? അബിസ, ഇത് ചെയ്യുവാണെങ്കിൽ രക്ഷപ്പെടും എന്ന് അതിനെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരാൾ അക്കൗണ്ട്സ് ഫീൽഡിൽ ഒരാൾ വന്നു, ജോബ് നോക്കുന്നുണ്ട്. ഇപ്പൊ വിസിറ്റ് എടുത്ത് വന്നവര് എങ്ങനെ വന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എല്ലാവരും ഓരോ സിറ്റുവേഷനിൽ കൂടെ കടന്നു വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അക്കൗണ്ട്സ് ഫീൽഡ് തന്നെ കിട്ടണമെന്നില്ല. എക്സാമ്പിളായിട്ട് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ 2 മാസം വിസിറ്റ് ഉള്ളൂ, 1 മാസം കഴിയും, 1.5 മാസം കഴിയും. അപ്പൊ ഇവര് വിചാരിക്കും പണി കിട്ടും. ഇപ്പൊ ഒരുപാട് കോമ്പറ്റീഷനായി. നമ്മൾ ലേബേഴ്സിനെ തന്നെ എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റില് നമ്മൾ 1200 1200 ദിറംസ് സാലറി കൊടുത്തോണ്ടിരുന്ന, പക്ഷെ ഇപ്പൊ 800 ദിറംസ് തന്നാ മതി പണിയെടുക്കാന്ന് പറഞ്ഞ് വന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഏത് ചൂസ് ചെയ്യും? നമ്മളൊരു എംപ്ലോയർ ആണെങ്കിൽ എന്ത് ചൂസ് ചെയ്യും? ഓഫീസ നമ്മൾ 800 അല്ല ചൂസ് ചെയ്യുള്ളൂ. അത് തന്നെ എല്ലാ ഫീൽഡിലും ഉണ്ട്. പിന്നെ ഇപ്പൊ ബാർഗെയിനിങ് ഒരുപാടുണ്ട് ഇപ്പൊ എന്ത് ഫീൽഡിലാണെങ്കിലും. അപ്പൊ നമുക്ക് കിട്ടുന്ന ബേസിൽ നമ്മൾ ആദ്യം കയറാൻ നോക്കുക. കിട്ടുന്ന ബേസിൽ കയറി കഴിയുമ്പോൾ നമുക്കൊരു 8 മാസം അല്ലെങ്കിൽ UAE എന്താണ്, ഇപ്പൊ ഏത് രാജ്യത്ത് പോയാലും, ഇപ്പൊ UK പോയാലും അബീസിനായാലും UK പോയി ഒരു 2 മാസം 3 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് ടൈമാണ്, ചിലപ്പോൾ 1 വർഷം എടുക്കും നമുക്ക് ആ രാജ്യം എന്താന്ന് കറക്റ്റ് പിക്ചർ കിട്ടാൻ. ആ പിക്ചർ കിട്ടണ വരെ നമ്മളിവിടെ നിന്നേ പറ്റൂ. അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോകണം അവിടെ നിന്നേ പറ്റൂ. നമുക്ക് ഇന്ന പണി വേണം അല്ലെങ്കിൽ ഇന്ന സാലറി വേണം. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം അങ്ങനെ കിട്ടണം എന്നില്ല. എളുപ്പം എനിക്കൊന്നും അങ്ങനെ സിമ്പിളായിട്ട് കിട്ടിയതല്ല അബീസ. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഞാൻ തന്നെ അത് ഉണ്ടാക്കിയെടുത്ത എനിക്കൊന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മളെ ഒന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി എന്നല്ല, നമുക്ക് ആരും പറഞ്ഞു തരാനോ അങ്ങനെയൊന്നും ആൾക്കാരുണ്ടായില്ല. നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായി, അവരുടെ അടുത്തുനിന്ന് നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ നമ്മൾ ചോദിച്ചറിഞ്ഞ് പോയി. പിന്നെ അബീസ, നമ്മള് പലരും റെഫറൻസ് ചെയ്യാം. ഇപ്പൊ ഞാൻ വന്നിട്ട് എനിക്കൊരു ജോബ് വേണം, അപ്പൊ ചോദിക്കാം എന്ത് ഫീൽഡാണ് നീ നോക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഫീൽഡ് പറയും. അങ്ങനെ എല്ലാവരും പറയും, CV അയക്കാൻ പറയും. പക്ഷെ ഇവർക്കൊക്കെ ഓരോ പരിമിതികളുണ്ട്. നമ്മളെ ഇറങ്ങാണ്ട് നമുക്കൊന്നും കിട്ടില്ല. മനസ്സിലായോ? ഇറങ്ങാണ്ട് നമുക്കൊന്നും കിട്ടില്ല. നമ്മൾ റൂമിലിരുന്ന് ചുമ്മാ ഇൻഡീഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്ലൈ ചെയ്യുന്നതല്ലാണ് ഇൻഡീഡ് CV ഡ്രോപ്പിംഗ് ഇപ്പം ഇല്ല. ഇപ്പൊ നമുക്ക് ബിൽഡിങ്ങിൽ പണ്ട് ബിൽഡിങ്ങിൽ ഓഫീസിൽ കൊണ്ട് നമുക്ക് ഡയറക്റ്റ് CV കൊടുക്കാറുണ്ട് ഇവിടെ UAE. ഇപ്പൊ അതില്ല. ഇപ്പൊ എല്ലാം ഓൺലൈനിലാണ്. ഓൺലൈനിൽ കൊടുത്താൽ വിളിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഓൺലൈനിൽ കൊടുത്തു എന്ന് കരുതി നമ്മൾ മാക്സിമം ഇവിടെ കോണ്ടാക്ട് ആക്കണം. ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് പരിചയപ്പെട്ട്, അതൊക്കെ ഡിപ്പെൻസ് ആണ്. നമുക്ക് ചില ബൈ ചാൻസിലൊക്കെ നമുക്കത് ലക്കാണ്. നമ്മൾ റൂമിൽ ഇരുന്നുകൊണ്ട് ഈ ചൂടത്ത് ഇറങ്ങി നടക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നാട്ടിൽ നിന്ന് വന്നവർക്ക് ചൂട് പറ്റൂല. അപ്പൊ അഭിഷേകം അറിയാലോ, നമുക്ക് സഹിക്കാൻ പറ്റൂലാത്ത ചൂടാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ക്ലൈമറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഇപ്പൊ നാട്ടിൽ മഴയാണ്, ഈ സമയത്തൊക്കെ ഇങ്ങോട്ട് വന്നവര് ആ ക്ലൈമറ്റ് അല്ല ഇവിടെ. അപ്പൊ നല്ല ഇടങ്ങേറ് തന്നെയാണ്. പക്ഷെ നമ്മൾ മാക്സിമം നമുക്ക് ആരും കൊണ്ടുപോയി തരാനില്ല എന്നുള്ളൊരു മനസ്സിലൊരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ജോലി കിട്ടും. എന്ത് പണി ചെയ്യാം നമുക്ക് എന്നുള്ളൊരു കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ജോലി കിട്ടും. ജോലി കിട്ടാണ്ടിരിക്കില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് നല്ല വളക്കൂറുള്ള മണ്ണാ UAE, ദുബായ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല വളക്കൂറുള്ള മണ്ണാ. കുറച്ചങ്ങോട്ട് ആയ കാലത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചുമ്മാ കയറി ഇരുന്ന് കഴിക്കാം നമുക്ക്, അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും അത് ബേസിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. പിന്നെ ബാക്കിയൊക്കെ പടച്ചോന്റെ കയ്യിലാണ്. നമ്മൾ നല്ല രീതിക്ക് നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ എന്ത് പരിപാടി ചെയ്താലും അത് ഓക്കെയാണ്, സക്സസ് ആണത്. അതിന് മെയിൻ ഒരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. പിന്നെ അബീസ, ഞാനൊരു ദിവസം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നമ്മൾ നോർമൽ റെസ്റ്റോറൻറ്റ് കയറുമ്പോൾ അവിടുത്തെ ഈ ഇപ്പൊ നമ്മുടെയൊക്കെ ഏജ് ഉള്ളവര് അല്ലെങ്കിൽ ഉള്ളവരെ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു ഇച്ചിരി ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്കൊരു സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ എവിടെ മലപ്പുറത്ത് ആഷിഖ് എന്ന് പറഞ്ഞ MBA പഠിച്ചിട്ട് അവനെ റെസ്റ്റോറൻറ്റിൽ 7 മാസമായി. 7 മാസം നീ ആലോചിച്ച് 1500 ദിറംസ് അവന് സാലറി ഉള്ളൂ. പക്ഷെ ഫുഡുണ്ട്, റൂമുണ്ട്. 7 മാസം നിന്ന്. ഞാൻ വെച്ചു, ആഷിഖ നീ അപ്പൊ പണി നോക്കിയില്ലാന്ന് പറഞ്ഞപ്പോൾ പണി നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അവിടെ വെച്ച് ഒന്ന് കമ്പനി പിന്നെ നമ്പറൊക്കെ വാങ്ങിച്ച് കോണ്ടാക്ട് ആയി. അങ്ങനെ ഞാൻ പണി നോക്കിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് നോക്കി. 2ാമത്തെ വിസിറ്റ് പുതുക്കാൻ നേരത്താണ് എനിക്കിങ്ങനെ ഹോട്ടലിൽ ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഹോട്ടലുകാരൻ എനിക്ക് വിസിറ്റ് എടുത്തു തന്നു. അതുകൊണ്ട് ഓക്കെ ആണെങ്കിൽ വിസിറ്റ് അടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കയറിയതാന്ന് പറഞ്ഞു. അവന് വേണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ അവന് നാട്ടിലേക്ക് തിരിച്ചു പോവാം, പണിയൊന്നും ആയില്ല എന്ന് പറഞ്ഞാൽ അവന് നാട്ടിൽ പോവാം.
അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം. പക്ഷെ അവൻ ചെയ്ത് ഇവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ സംഭവം നടന്നിട്ട് കുറെ ആയിട്ടോ, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവനിപ്പോ എന്നെ ഒരു 5-8 മാസം മുമ്പ് കറക്റ്റ് ഓർക്കുള്ള അവൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ദുബായ് എയർപോർട്ടിൽ ജോബ് കിട്ടിയെന്ന്. അതെങ്ങനെ കിട്ടിയ വിസ? അവന് ജോബ് കിട്ടിയില്ല എന്നും പറഞ്ഞ് അവൻ നാട്ടിൽ പോയായിരുന്നെങ്കിൽ നടക്കുവോ? ഇപ്പൊ അവനൊരു ഓപ്ഷൻ കിട്ടി, ഹോട്ടൽ കിട്ടി, അവൻ ഹോട്ടൽ ഫീൽഡിൽ കയറി. അവൻ MBA പഠിച്ചാന്നും പറഞ്ഞ് അവൻ മാറി നിന്നില്ല. ഞാൻ അതാണ് നിങ്ങളോട് പറയണത്. നമ്മൾ ഇന്ന ഫീൽഡ് പഠിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അത് തന്നെ കിട്ടാണ്ട് അത് തന്നെ നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ യൂസ് ചെയ്യുക, നമ്മൾ സക്സസ് ആവും. പിന്നെ ഇപ്പൊ അവന് എങ്ങാണ്ട് 4500-5000 ദിറംസ് അടുത്ത് സാലറി ഉണ്ട്. ആഴ്ചയിൽ 5 ദിവസം പണിയുള്ളൂ അവന്. മൺഡേ ടു ഫ്രൈഡേ 2 days ഓഫ് അവന്. അന്ന് അവനാ കഷ്ടപ്പെട്ട് അവിടെ നിന്നുകൊണ്ട് തീർച്ചയായും അവനൊരു നല്ലൊരു നിലയിലെത്തി. അതിട്ടിട്ട് പോയായിരുന്നെങ്കിൽ അവന് എവിടെ എത്തുമോ? എത്തില്ല വിസ. അപ്പൊ നമ്മൾ കിട്ടുന്ന ചാൻസുകൾ മാക്സിമം യൂസ് ചെയ്യുക. അത് നമുക്ക് എന്തായാലും നമ്മൾ സക്സസിലേക്ക് എത്തും എന്തായാലും. ഗൈസ്, അപ്പം എനിക്ക് ഇത്രയാണ് ഇപ്പൊ സുർബിൻ. സത്യം പറഞ്ഞാൽ സുർബിനിക്ക് ഈ സംസാരിക്കണെന്ന് പറഞ്ഞാൽ നമ്മള് നാട്ടിൽ നിന്ന് കണ്ട സുർബിനെ അല്ല, ഞങ്ങളിപ്പോ കണ്ടിട്ട് ഏകദേശം 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. ഒത്തിരി 4 വർഷമായില്ലേ? ഒത്തിരി മാറിപ്പോയി. ആ സംസാരം കേൾക്കുമ്പോ തന്നെ ഇവിടത്തെ ഈ ചൂടും തണുപ്പും എല്ലാം കൊണ്ട് ഒരു പക്ക എന്താ പറയണ, നമ്മള് എന്താ പറയണ, ഒരു ചെറിയ പ്രായത്തില് ഞാനിപ്പോൾ ദുബായ് തന്നെ വേണമെന്ന് പറയില്ല, ഏതെങ്കിലും ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുകയാണെങ്കിൽ GCC കൺട്രിയിലോട്ട് കയറി വന്നാൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ സുർബിന് ഇപ്പോൾ 27 വയസ്സായി. ഈ 27 വയസ്സിൽ സുർബിൻ്റെ നാട്ടിലിരുന്നാൽ ഞാൻ ഈ ഇൻ്റർവ്യൂ എടുത്തെങ്കിൽ ഇവനിപ്പോൾ ഈ പറഞ്ഞതിൽ എനിക്ക് ഇവൻ്റെ വീഡിയോ ഇടാൻ തന്നെ തോന്നൂല. പക്ഷേ ഇവൻ ഇന്ന് ഈ വീഡിയോ പറയുമ്പോൾ എനിക്ക് തന്നെ കേട്ടിരിക്കുമ്പം ഒരു ഇൻസ്പിറേഷൻ ആവുകയാണ്. ഇപ്പം എന്താണെങ്കിലും ഇതൊരു നല്ല വീഡിയോ ആണ്. ദുബായിലോട്ട് വന്ന എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പണിയെടുത്താൽ ഇവിടെ വിജയിക്കാന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആളൊരു റിട്ടയർമെൻറ്റ് ലൈഫ് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ പണിക്കാരെ എല്ലായിടത്തും കൊണ്ടുവന്ന് വിടും, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അവർ വിളിക്കാൻ വരും. പണ്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എന്നെ ഒരു ബിൽഡിങ് കാണിച്ചിട്ട് പറഞ്ഞു, അഭിഷേക് നീ ആ കാണുന്ന ബിൽഡിങ് ഉണ്ടോ, അതിൻ്റെ 10ാമത്തെ നില റൂഫിൽ കയറിക്കും എൻ്റെ പണി. AC ഫിറ്റ് ചെയ്യലും അതും ഇതും അല്ലേ, പിന്നെ ക്ലീനിങ്ങും ഉണ്ടല്ലേ? ക്ലീനിങ്ങും ഉണ്ട്, AC മെക്കാനിക്കും ഉണ്ട്. നമ്മൾ ഫെസിലിറ്റി പരമായിട്ട് എല്ലാ പരിപാടിയും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഒരു ബിൽഡിങ്ങിലേക്ക് വേണ്ട. അപ്പൊ ഇന്ന് ദുബായിലിരുന്ന് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും പല സുർബിനിപ്പോൾ 2-3ഓളം കമ്പനീസ് ഉണ്ട്. അതായത് ക്ലീനിങ്ങിന്റെ കമ്പനി ഉണ്ട്, പിന്നെ AC ഉണ്ട്, പിന്നെ റൂം ഷിഫ്റ്റിങ്, അങ്ങനെ എല്ലാം ടൈപ്പ് പരിപാടി. ഇപ്പൊ കല്യാണരാമനിൽ പറയില്ലേ, മറ്റേ ചെക്കൻ്റെ കല്യാണം മുതൽ അടിയന്തരം വരെ ചെയ്യുമെന്നുള്ള ആ അവസ്ഥയാണ്. ദുബായിൽ വന്ന് എന്ത് ആവശ്യമുണ്ടെങ്കിലും സുർബിനെ കോൺടാക്ട് ചെയ്യാം. സുർബിൻ്റെ നമ്പറും Insta ID നമ്പർ ഞാൻ തരില്ല, Insta ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അവൻ സമയം കിട്ടണ അനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാണ്. ഇറ്റ്സ് മീ അബീസ് സൈനിങ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.